ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡിസൈൻസ്. നമ്മുടെ ഈ ഡിസൈൻസിൽ ഓണം പ്രീ ബുക്കിംഗ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10ൽ കൂടുതൽ സ്റ്റൈൽസ് വെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബെൽറ്റ്, ബ്ലൗസ്, പിന്നെ ഇതൊരു ദുപ്പട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഗൗണാണ്. ഗൗണിൻ്റെ താഴെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതേ നമ്മൾ ദുപ്പട്ട വെച്ചൊരു ധാവണി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ദുപ്പട്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊപ്പം തന്നെ ഒരു ബെൽറ്റും കൂടെ ആഡ് ചെയ്ത് നോക്കുവാണ്. എന്തായാലും ഭംഗി ഇത് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഗൗൺ സാരി നേരത്തെ ചെയ്തിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ഗൗൺ സാരി നമ്മൾ ഇതിൽ നോക്കുകയാണ് കേട്ടോ. എന്തായാലും ഭംഗി ട്രഡീഷണൽ ഗൗൺ സാരി കാണാനായിട്ട്. അപ്പോൾ ഒരു സെറ്റ് മുണ്ട് യൂസ് ചെയ്യാൻ മടിയുള്ളവർക്കും അല്ലെങ്കിൽ സെറ്റ് മുണ്ട് ഉടുക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഗൗൺ സാരി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്കിതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ബെൽറ്റ് ഇതിൽ ആഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനിയിപ്പോൾ സ്ലീവ്ലെസ് ആണവർക്ക് സങ്കടപ്പെടേണ്ട, നമ്മൾ ബ്ലൗസ് ഇതിനൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോട്ടായിട്ടാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്ത് ഭംഗിയല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം മാറ്റിയിട്ട് ഇനി ഒരു സിമ്പിൾ ലുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസും ഞാനൊരു ബെൽറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള കാരണമാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ബെൽറ്റ് ഇതിനൊപ്പം ആഡ് ചെയ്യുവാണ്. ആഹാ, എന്ത് ഭംഗിയാണ് കാണാൻ ബെൽറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കേർട്ടും ടോപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് നമ്മൾ അതായത് ബ്ലൗസ് നമ്മൾ ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇട്ടിട്ട് നമുക്ക് സ്കേർട്ടും ടോപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സ്കേർട്ടിനൊരു പടി വെച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് ഇവിടെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പടി വെച്ച് നോക്കി എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഓ, ഇങ്ങനെയാണെങ്കിൽ ഇത്ര സിമ്പിൾ ലുക്ക് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തിനു കഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വരുന്ന സാരി കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിൽ തന്നെ സാരി കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിൽ ഒരു പഫി ബ്ലൗസാണ്. ഇപ്പോൾ നമ്മൾ ബെൽറ്റിനും വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്കൊരു വൺ സൈഡ് ആക്കിയിട്ട് നോക്കിയാലോ. ഈ ബെൽറ്റ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ബെൽറ്റാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു പഫി സ്ലീവൊക്കെ വന്നുകൊണ്ട് ഭംഗിയായിട്ടുണ്ടല്ലേ. പിന്നെ നമ്മൾ ബ്ലൗസിൽ തന്നെ നമ്മളൊരു ധാവണി സെറ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ എന്ത് ഭംഗിയത് കാണാൻ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ധാവണിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു തമിഴ്നാടൻ ലാസ്റ്റ് അല്ല കേട്ടോ, ലാസ്റ്റ് ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. നമ്മൾ ഈ തമിഴ്നാടൻ സ്റ്റൈൽ ഇത് സെറ്റ് ചെയ്യുവാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഇനിയിപ്പോൾ എന്ത് പാടായത്. ഇതെങ്ങനെ ഞാൻ കേട്ടും ബ്ലൗസിൽ. പിന്നെ അപ്പോൾ ഓക്കെ. എൻ്റെ മോനെ, അയ്യോ വരുന്നു നമ്മുടെ ബെൽറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ബെൽറ്റിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ബെൽറ്റ്. ബെൽറ്റിൽ തന്നെ നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് ബെൽറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ. ഇത് നമ്മൾ തമിഴ്നാടൻ സ്റ്റൈലൊരെണ്ണം ചെയ്തതാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലുക്കാണ് കേട്ടോ. ഇത് ഈ ഒരു ലുക്ക് ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. നോക്കിയാലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്ലീറ്റ്സൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ ബ്ലൗസിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലോണം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ താഴെയൊക്കെ പൊങ്ങിയിരിക്കും കേട്ടോ. അവർ നല്ലോണം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് പോർഷനിലാണെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടുകയാണ് കേട്ടോ. കണ്ടോ, പ്ലീറ്റ്സ് എടുത്തു. നമ്മളിനിയിപ്പോൾ ഇത് പ്ലീറ്റ്സ് ഇട്ടില്ലെങ്കിൽ ചുമ്മാ ഇട്ടാൽ വരെ ഭംഗിയുണ്ട്, പ്ലീറ്റ്സ് ഇടാണ്ട് ഇട്ടാൽ വരെ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടു. ഇതിനി എവിടെ കുത്തുന്നുള്ള ടെൻഷൻ വേണ്ട. ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കയറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഇത് പൊങ്ങിയിരിക്കത്തില്ലേ ഫ്രണ്ടിൽ നിന്ന്. പക്ഷെ ഇത് പൊങ്ങിയിരിക്കത്തില്ല കേട്ടോ, നല്ല നീറ്റായിട്ടിരിക്കും അവിടെ. പിന്നെ നമ്മൾ ബെൽറ്റ് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ബാക്കിൽ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ. അപ്പം ബ്രൈഡ്സിനൊക്കെ ആണെങ്കിലും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് മേടിച്ചത് തന്നെ നിങ്ങൾക്ക് കുറേ യൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ളത്. കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ ഉമ്മ.